സെപ്റ്റംബർ 13 UPSC സിവിൽ സർവീസ് എക്സാമിന് റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തത് ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആഗസ്റ്റ് മാസത്തിലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിട്ടുണ്ട്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വന്നിട്ടുണ്ട്. അപ്പോൾ അത് 4% താഴെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് വെജിറ്റബിളിന്റെ വില കുതിച്ചുയരുന്നതായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ആഗസ്റ്റിലെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 3.65% ആണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ RBI 4 ± 2% എന്ന രീതിയിലാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് വന്നിരിക്കുന്നത്. അതായത് RBIയുടെ മീഡിയൻ റേഞ്ചിനേക്കാൾ താഴെയായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ഓർത്തു വെക്കുക. അതായത് 4ൽ താഴെയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഡീറ്റെയിൽസ് എന്നുള്ളത്. അപ്പോൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ ആഗസ്റ്റ് മാസത്തിൽ 3.65% ആയിട്ടാണ് RBI നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4% കുറവാണ്. തുടർച്ചയായിട്ട് 2 മാസമായിട്ട് ഇത് സംഭവിക്കുകയാണ്. പക്ഷേ ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 5.4% ജൂലൈയിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് 5.7% വർദ്ധിച്ചതായിട്ടും കാണാൻ വേണ്ടി പറ്റും. റൂറൽ ഏരിയയിൽ ഫുഡ് ഇൻഫ്ലേഷൻ കൂടുതലായിട്ട് അർബൻ മേഖലകളെ കമ്പയർ ചെയ്യുമ്പോൾ ഫുഡ് ഇൻഫ്ലേഷൻ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതേസമയത്ത് പച്ചക്കറികളുടെ വില നോക്കിക്കഴിഞ്ഞാൽ ടൊമാറ്റോയുടെ പ്രൈസ് പെട്ടെന്ന് കുറഞ്ഞിട്ടുണ്ട്. അതായത് 47.9% ഇയർ ടു ഇയറും അതുപോലെ മന്ത് ടു മന്ത് ആയിട്ട് 28.8% കുറഞ്ഞിട്ടുണ്ട്. ഇത് ഓവറോൾ ഇൻഫ്ലേഷനെ കുറയാൻ വേണ്ടി സഹായിച്ചു എന്ന രീതിയിൽ പറയാം. വെജിറ്റബിൾസിന്റെ പ്രൈസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ടൊമാറ്റോയുടെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റ് വെജിറ്റബിൾസിന്റെ ഒക്കെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ആവറേജ് ഇൻഫ്ലേഷൻ വെജിറ്റബിൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 10.7% വർധനം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ പൾസസിന്റെ വർധനവ് 13.6% ആണ്. അപ്പോൾ ഇത് എക്കണോമിയിൽ സാധാരണക്കാരുടെ ഫുഡ് ഇൻഫ്ലേഷനെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ എക്കണോമിസ്റ്റുകൾ ഈ ഒരു ഇൻഫ്ലേഷൻ വരും മാസങ്ങളിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ബിക്കോസ് ഈ ഒരു കുറഞ്ഞത് ബേസ് ഇഫക്റ്റ് മൂലമുള്ള ഒരു കുറവ് മാത്രമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ മന്ത് ടു മന്ത് ബേസിസ് നോക്കുമ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് റിമൈൻ സ്റ്റേബിൾ ആണ് ഓഗസ്റ്റില്. കൺസ്യൂമർ ഫുഡ് പ്രൈസ് ഇൻഡെക്സ് സ്ലൈറ്റ്ലി 0.44% എന്ന് വെച്ചിട്ട് കുറയുകയാണ് ചെയ്തത് കഴിഞ്ഞ മന്ത് ടു മന്ത് ബേസിസിൽ നോക്കുമ്പോൾ എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫ്ലേഷൻ നമ്മൾ ഓർത്തു വെക്കുക. ഇൻഫ്ലേഷൻ നമ്മുടെ എക്കണോമിയിൽ അണ്ടർ കൺട്രോളിൽ വന്നിട്ടുണ്ട്. ബട്ട് ഫുഡ് പ്രൈസസിന്റെ ഇൻഫ്ലേഷൻ ഇപ്പോഴും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യം ഉള്ളത് എന്ന കാര്യം ഒന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു വാർത്ത രജ്കോട്ട് ഫോർട്ടുമായി ബന്ധപ്പെട്ടാണ്. റീസെന്റ് നമുക്കറിയാം മഹാരാഷ്ട്രയിലെ ഈ ഒരു ഫോർട്ടിന്റെ അടുത്ത് ഈ ഛത്രപതി ശിവജിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ്. ആ പ്രതിമ തകർന്നു വീഴുകയും അതിന്റെ പേരിൽ ആ പ്രതിമ നിർമ്മിച്ച സ്കൾച്ചർ ഉണ്ടാക്കിയ ആളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. ഇപ്പൊ ഛത്രപതി ശിവജിയുടെ സ്റ്റാച്യു രാജ്കോട്ട് ഫോർട്ടിൽ ഉണ്ടായിരുന്നത് അത് മഹാരാഷ്ട്രയിലെ ഒരു കോസ്റ്റൽ ടൗൺ ഏരിയയിലാണ് ഉള്ളത്. അത് തകർന്നു വീഴുകയും അവിടെ ആ ഒരു സ്കൾച്ചർ ഉണ്ടാക്കിയ ആളെ ജയിലിൽ അടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മർഡർ, അതായത് കൊലപ്പെടുത്തി എന്നുള്ള രീതിയിലാണ്. ബട്ട് ആരും ഈ ഒരു ഇൻസിഡന്റിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് തകർന്നു വീഴുന്ന സാഹചര്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ രജ്കോട്ട് ഫോർട്ട് എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഈ സിന്ധുദുർഗില് വലിയൊരു ഫോർട്ട് ഉണ്ട്. അതിന്റെ സബ്സിഡറി ആയിട്ടാണ് ഈ ഒരു രജ്കോട്ട് ഫോർട്ട് അറിയപ്പെടുന്നതായിട്ടുള്ളത്. അപ്പൊ രജ്കോട്ട് എന്ന് പറയുന്നത് ഒരു നോർത്ത് വെസ്റ്റ് ഏരിയയിലുള്ള ടൗൺ ആണ്. പ്രത്യേകിച്ചും ഇവിടെ 3 ഭാഗത്തും സിയാൽ ചുറ്റപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പൊ സിന്ധുദുർഗ് ഫോർട്ടിന്റെ ഭാഗമായിട്ടുള്ളതാണ് രജ്കോട്ട് ഫോർട്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. അതായത് സിന്ധുദുർഗ് ഫോർട്ടിന്റെ ഒരു സബ്സിഡറി ആണ്. അതേപോലെ മറ്റൊരു സബ്സിഡിയാണ് സർജെ കോട്ട് എന്ന് പറയുന്ന ഫോർട്ട് എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഛത്രപതി ശിവാജി അദ്ദേഹം 1664 1667 ഇടയിലാണ് ഈ ഒരു ഫോർട്ട് പണിതെന്നാണ് കരുതുന്നതായിട്ടുള്ളത്. 1776 ഒരു ട്രീറ്റി ബ്രിട്ടീഷുകാരും ഛത്രപതി ശിവജിയും തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഒരു ഷിപ്പ് ബിൽഡിംഗ് യാർഡ് പണിയാൻ വേണ്ടിയിട്ട് അനുമതിയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കുക. അതുകൊണ്ട് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് രജ്കോട്ട് ഫോർട്ട്. ഓർത്തു വെക്കുക, ഇത് ഗുജറാത്തിലല്ല, മഹാരാഷ്ട്രയിലാണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുമായി ബന്ധപ്പെട്ടാണ്. ഈ ഒരു യോജനയിൽ കഴിഞ്ഞ ദിവസം 70 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് നൽകുന്നതിനെ കുറിച്ചിട്ട് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ക്യാബിനറ്റിന്റെ ഡിസിഷൻ വന്നതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി ഇത് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആണോ ബട്ട് മതിയോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ എഡിറ്റോറിയൽ ആണ്. ഓർത്തുവെക്കുക, ഇത് നല്ലൊരു സ്റ്റെപ്പാണ് ബട്ട് പോരാ എന്നുള്ളതാണ് എഡിറ്റോറിയൽ പറയുന്നതായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ്
പോരാ എന്ന് പറയുന്നത് എന്നുള്ളത്. അപ്പൊ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന PMJAY എന്ന് പറയുന്നത് സെക്കൻഡറി അതുപോലെ തന്നെ ടെറിഷ്യറി ഹോസ്പിറ്റൽ കെയറിനെ ഫോക്കസ് ചെയ്യുന്നതാണ്. അതായത് പ്രൈമറി ഹോസ്പിറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു രോഗത്തിന് വേണ്ടിയിട്ട് ഒരു ആശുപത്രിയിൽ പോകുന്നു, ഡോക്ടറെ കാണുന്നു, തിരിച്ചു വരുന്നു, ഇതാണ് പ്രൈമറി കെയർ. സെക്കൻഡറി അതുപോലെ ടെറിഷ്യറി എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ചുകൂടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ അധികം ട്രീറ്റ്മെന്റ് വേണ്ട. പ്രത്യേകിച്ചും നമ്മൾ പറഞ്ഞ ഇൻ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കാം. അപ്പൊ പ്രധാനമായിട്ടും ഈ ഒരു ഇൻഷുറൻസ് സ്കീമുകളെല്ലാം തന്നെ ഈ ഒരു ഇൻ പേഷ്യന്റ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഔട്ട് പേഷ്യന്റ് സർവീസുകളല്ല വരുന്ന, ഡയഗ്നോസ്റ്റിക്സോ മെഡിസിൻസോ ഒന്നും തന്നെ അത്തരം സാഹചര്യത്തിൽ പെടില്ല. ഇപ്പൊ നമുക്ക് പനി വന്നു, നമ്മൾ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണിച്ചു, അദ്ദേഹം കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞു, ടെസ്റ്റുകൾ ചെയ്തു, ഡോക്ടറെ കാണിച്ചു, അതിനുശേഷം അദ്ദേഹം മരുന്നുകൾ എഴുതി തന്നു, നമ്മൾ ഗുളികകൾ വാങ്ങിച്ചു. അപ്പൊ ഈ ഒരു സംഭവം അതിനെ ഔട്ട് പേഷ്യന്റ് സർവീസ് എന്നാണ് വിളിക്കുക, നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ അത് ഈ ഒരു പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ പരിധിയിൽ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് അതായത് ഒരു ക്രോണിക് ആയിട്ടുള്ള ഡിസീസ് ഉണ്ട്, നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല, നമുക്കൊരു അസുഖമുണ്ട്, പക്ഷെ അതിൽ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ഡോക്ടറെ പോയി കാണണം, എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ മാസത്തിലും ഡോക്ടറെ പോയി കാണണം, ടെസ്റ്റുകൾ ചെയ്യണം, അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യണം, മരുന്നുകൾ വാങ്ങണം. ഇത്തരം രോഗങ്ങളൊന്നും പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ പരിധിയിലേക്ക് വരില്ല. അതേപോലെ തന്നെ ഈ ഒരു സ്കീമിന് നിലവിൽ തന്നെ വളരെ ചെറിയ പെനിട്രേഷൻസ് ആണ് സ്മോളർ സിറ്റീസിലോ ടൗണിലുള്ളത്. പ്രത്യേകിച്ചും സൗത്തേൺ സ്റ്റേറ്റ്സിൽ നല്ല പെനിട്രേഷൻ ഉണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ കാര്യമായിട്ടുള്ള ഒരു പെനിട്രേഷൻ ഇല്ല എന്നുള്ളതാണ്. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയില് അതായത് സെക്കൻഡറി ടെറിഷ്യൽ കെയറിന് വേണ്ടിയിട്ടാണ്. അതായത് സെക്കൻഡറി ടെറിഷ്യറി കെയറിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തെ ആരോഗ്യ സംവിധാനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പ്രൈമറി സെക്ടറിൽ നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് പ്രവർത്തനം നടത്തുന്നുണ്ട്, പക്ഷെ നമ്മളൊരു സ്പെഷ്യാലിറ്റി കെയർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റ് വേണമോ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് പോവുക. അപ്പൊ ഇത്തരത്തിലുള്ള അഡ്മിറ്റ് ചെയ്യലും മറ്റും ഒക്കെ മിക്കവാറും പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അധികവും വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം അധികവും വരുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്. പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ കാര്യമായിട്ട് ഒരു ഉപയോഗം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഓദർ പറയുന്നത്, അതായത് ഇത്തരത്തിലുള്ള ഒരു പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അതിന്റെ കൂടെ ഈ ഒരു പ്രൈമറി അതുപോലെ സെക്കൻഡറി ഹെൽത്ത് കെയറിന് കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരും, അവർ അഡ്മിറ്റ് ആവണമെന്നില്ല, ഫ്രീക്വന്റ് ആയിട്ടുള്ള ഔട്ട് പേഷ്യന്റ് സർവീസുകൾ ആവശ്യമായിട്ടുണ്ടാവും. അപ്പൊ ഇത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ കവർ ചെയ്യുന്നില്ല, ഇതൊരു കൺസേൺ ആണ്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ക്രോണിക് ആയിട്ടുള്ള ഡിസീസ് ആയിട്ടുള്ള ആള് അവരുടെ രോഗം പ്രോഗ്രഷൻ തടയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ പോയി കാണേണ്ടി വരും, മരുന്നുകൾ എടുക്കേണ്ടി വരും, ഇതും ഒന്നും തന്നെ കവർ ആവുന്നില്ല. അതായത് ഇത് ടെറിഷ്യറി കെയറിൽ വരുന്ന അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് പ്രധാനമായിട്ടും ഈ ഒരു ജൻ ആരോഗ്യ യോജനയിൽ വരുന്നത്. അതുപോലെ തന്നെ പബ്ലിക് അതുപോലെ തന്നെ സെക്കൻഡറി ഹെൽത്ത് കെയർ സിസ്റ്റത്തെ ഗവൺമെന്റ് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എന്നിട്ട് ഇത്തരത്തിലുള്ള ടെറിഷ്യറി ഹോസ്പിറ്റൽസിന്റെ മേലെയുള്ള ഡിപ്പെൻഡൻസി കുറക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് ഔട്ട്കം മെച്ചപ്പെടുത്താൻ പറ്റും എന്നാണ് ഓദർ പറയുന്നതായിട്ടുള്ളത്. അതായത് ഇത്തരത്തിലുള്ള ഒരു സ്കീം കൊണ്ടുവന്നതുകൊണ്ട് വലിയൊരു ഉപയോഗം ഉണ്ടാവില്ല എന്നാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള പ്രൈമറി സെക്കൻഡറി സെക്ടർ നമ്മുടെ രാജ്യത്ത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഒരു പ്രൈമറി ഹെൽത്ത് കെയറും സെക്കൻഡറി ഹെൽത്ത് കെയറും രാജ്യത്ത് എടുക്കാൻ പറ്റുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡലിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ ആവശ്യമില്ല. ഗവൺമെന്റ് തന്നെ സൗജന്യമായിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ ചെലവിൽ സർവീസുകൾ നൽകിയാൽ മതി. ഗവൺമെന്റ് അങ്ങനെ ചെയ്യുന്നതിന് പകരം കുറഞ്ഞ ചെലവിൽ ഗവൺമെന്റ് സർവീസ് നൽകുന്നതിന് ഗവൺമെന്റ് പറയുകയാണ് നിങ്ങൾക്കെല്ലാം ഇൻഷുറൻസ് തരാം, നിങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിട്ട് ചികിത്സ തേടിക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു മോഡലിനേക്കാൾ ബെറ്റർ ആണ് ഗവൺമെന്റ് പ്രൈമറി സെക്കൻഡറി സെക്ടറുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് ഓദർ പറയുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്തയും ഹെൽത്ത് സെക്ടറുമായി ബന്ധപ്പെട്ടാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ടെക്നോളജീസ് ഒരു ബോൾഡ് ആയിട്ടുള്ള മൂവ് ആണ്, പക്ഷെ കൃത്യമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഓദർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹെൽത്ത് സെക്ടറിൽ യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അതിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് എന്നുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.